ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ മൈക്കിൻ്റെ റിസീവറൊക്കെ കണക്ട് ചെയ്തു. മൈക്ക് ഓൺ ആക്കാതെ വെച്ചിട്ടാണ് കഥ പറഞ്ഞത്. അത് ഒരു 6 മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു. അതൊന്നും സൗണ്ട് റെക്കോർഡായില്ല. അപ്പം ഞാനിത് റീഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ സിനിമയുടെ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ സിനിമ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ നേരം തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ പാളിപ്പോയി. അത്രയും ബോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലം ബോറിംഗ് ആയിരുന്നു. പ്രഭാസിൻ്റെ ഇൻട്രോ സമയത്തൊക്കെ ഞാൻ നിർജ്ജീവമായിട്ടിരിക്കുമായിരുന്നു. അതായത് ഒരു വികാരവും ഇല്ലാതെ ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കുമായിരുന്നു. എൻ്റെ കണ്ണ് പാളിപ്പോണ്ടോ എന്ന് വരെ എനിക്ക് സംശയം തോന്നി. പക്ഷേ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. പ്രഭാസിൻ്റെ ഫാൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നല്ല ഓളായിരുന്നു തിയേറ്ററിൽ. അതെവിടെയാണെന്ന് ഓർക്കണം. പാൻ സിനിമാസിൽ ഫോറമ്മാളുള്ള PVRലായിരുന്നു. അവിടെ ആവേശം കണ്ടപ്പോൾ പോലും ഒരു ഒച്ച ഉണ്ടാക്കാത്ത ആളുകളുടെ ഒപ്പം ഇരുന്നിട്ടാണ് ആവേശം സിനിമ കണ്ടത്. അവിടെയും പ്രഭാസിൻ്റെ ഫാൻസ് അത്രയും എനർജറ്റിക് ആയിട്ട് കാണാൻ വന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ പവർ എത്രത്തോളാണെന്ന്. അപ്പോൾ എനിവേ, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കണ്ടിരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രോ കാര്യങ്ങളൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോമഡിയൊക്കെ എനിക്ക് വൻ വളിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് യാതൊരു ചിരിയോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഇത് ആദ്യത്തെ 45 മിനിറ്റത്തെ കാര്യമാണ് പറഞ്ഞത്. അതിന് ശേഷം പടം ഒരു പോക്കായിരുന്നു. ഒരു പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ക്ലൈമാക്സിൽ എണീറ്റ് നിന്ന് കൈയടിച്ചാലോ എന്ന് തോന്നുന്ന രീതിയിലാണ് പടം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. അത്രയും രോമാഞ്ചിഫിക്കേഷൻ തരുന്ന മൊമെൻറ്റ്സാണ് അവസാനത്തെ ഒരു 1.5-2 മണിക്കൂർ നേരം സിനിമയിലുണ്ടായിരുന്നത്. 3 മണിക്കൂർ നേരം സിനിമയുണ്ട്. ഒരു സ്ഥലത്ത് പോലും ബോറടിയോ ഒരു ഉറക്കം വരലോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. ആദ്യത്തെ ഒരു 45 മിനിറ്റ് എന്താണ് സിനിമയ്ക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ലിറ്ററലി കുറേയധികം ക്ലീഷേ കോമഡികൾ. പിന്നെ ഈ സിനിമയിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമൊന്നുമല്ല. ഒരുപാടധികം ഹോളിവുഡ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പല സാധനങ്ങളും തന്നെയൊക്കെയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴുള്ളത്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം തുടക്കം ഒരു ഭയങ്കര ക്ലീഷേ ആയിട്ട് ഫീൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ഉറക്കം വന്നതും. പക്ഷേ പിന്നെ അങ്ങോട്ട് എൻ്റെ മോനെ പടം ഒരു പോക്കായിരുന്നു. അത് വേറെ റേഞ്ച് സാധനം. ഞാനിങ്ങനെ ആലോചിച്ചു, ആദ്യത്തെ 45 മിനിറ്റ് കൂടി ഇതുപോലെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്നിരുന്ന പടം ബ്രഹ്മാണ്ഡ ഹിറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം ആദ്യത്തെ ഒരു 45 മിനിറ്റ് എനിക്ക് നല്ല ബോറിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാനൊരു എബോവ് ആവറേജ് സിനിമയായിട്ട് ഇതിനെ അങ്ങനെ കണക്കാക്കാമെന്ന് കരുതുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ലായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ അതാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള അഭിപ്രായം. പിന്നെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഭാസിനേക്കാൾ കൂടുതൽ എന്നെ ഞെട്ടിച്ചത് അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസ് കാര്യങ്ങളാണ്. അടിപൊളിയായിരുന്നു. പുള്ളി ഒരു ഐറ്റായിരുന്നു ഈ സിനിമയിൽ. പിന്നെ അന്നാബൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പ്രഭാസിൻ്റെ ആസ് യൂഷ്വൽ നമ്മൾ പല സിനിമകളിൽ സാഹോയിലൊക്കെ കണ്ട പോലത്തെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനോ ഒന്നുമില്ല. ആ ഒരു രാധേശ്യാമിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആ ഒരു സംഭവം ഇതിലേക്ക് വരുമ്പോൾ കുറേയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ കമലഹാസൻ്റെ അത് ഈ സിനിമയിലല്ല. ഇത് ഒരു വലിയൊരു ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അവർ. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ സിനിമയായിട്ട് മാത്രം നിങ്ങളിത് കണ്ടാൽ മതി. അടുത്തതിലൊക്കെ ആയിരിക്കും കമലഹാസൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. പിന്നെ ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ച ഒരു പുള്ളി നൈസായിരുന്നു. പിന്നെ പറയാനുള്ളത്, പിന്നെ കുറേ അധികം ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളതെല്ലാം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആളുകളാണ് വരുന്നത്. കുറേ അധികം ആളുകളെയൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടില്ല. വെറുതെ, അതായത് ഇത് എങ്ങും ഒന്നാമത് സാധാരണ ഇങ്ങനത്തെ വലിയ പടങ്ങളൊക്കെ നമുക്ക് ടൈം ലൈനിലൊക്കെ വരുന്നതാണല്ലോ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം. ഒന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ട്രെയിലർ പോലും എൻ്റെ യൂട്യൂബ് ടൈം ലൈനിലൊന്നും വന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ നേരെ പോയിരുന്നു. എനിക്ക് ഒന്നാമതെ പ്രതീക്ഷയില്ലായിരുന്നു. അതായത് ഈ പടം അറിയാമല്ലോ, നമ്മുടെ പ്രഭാസിൻ്റെ പടങ്ങൾ കഴിഞ്ഞ കുറച്ച് പടങ്ങളായിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാമല്ലോ. അപ്പം അങ്ങനെ തന്നെ പ്രതീക്ഷയാണ് ഇതിനും പോയത്. എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് തിയേറ്ററിൽ ഇരുന്നതും. ആദ്യത്തെ ഒരു 45 മിനിറ്റ് ആയപ്പോഴും ഞാൻ
ഓക്കെ തീരുമാനമായി എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളാണ് എന്നെ കാത്തിരുന്നത് തിയേറ്ററിൽ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സൗണ്ട് ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കത്ര ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. അത് മേ ബി എൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. എനിക്കങ്ങനെ മ്യൂസിക് പല സിനിമകളിലും കേൾക്കുമ്പോൾ എനിക്കത്ര വലിയ സംഭവമായിട്ട് തോന്നാറില്ല. മേ ബി ചിലപ്പോൾ ഒരു മാസമോ 2 മാസമോ കഴിയുമ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ റിംഗ് ടോൺ ആയിട്ട് ഇട്ട് നടക്കുന്നത്. എന്നാലും സിനിമ കണ്ടിരുന്ന സമയത്ത് ബാഹുബലിയിലെ പോലെയോ KGF-ലെ പോലെയോ ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു റൊമാൻറ്റിഫിക്കേഷനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഇതും എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ 1 2 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കാം. എന്തായാലും ആദ്യത്തെ പ്രാവശ്യം എനിക്ക് തോന്നിയില്ല. അത് പറയുന്നു. അത്രയേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുണ്ട്. ഒരു റിയൽ പാൻ ഇന്ത്യൻ മൂവിയാണ്. ഇതിൽ വരുന്ന ആളുകളൊക്കെ അതുപോലത്തെ ആളുകളാണ്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. എനിവേ ഇത്രയോ കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.